ഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് സത്യം, ജലം, വൃക്ഷം ഇവയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഗുരു പറയുവാൻ പോകുന്നത്. ചെറിയൊരു കാര്യമാണ്. ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്നതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകും. എല്ലാ ദാനങ്ങളിലും ഉത്തമവും ശ്രേഷ്ഠവുമായ ദാനം ഏതാണ് പറയൂ? എല്ലാ ദാനങ്ങളിലും ഉത്തമവും ശ്രേഷ്ഠവുമായൊരു ദാനം. അപ്പോൾ നിങ്ങൾ പറയും അത് അന്നദാനമാണ് എന്ന് പറയും. എന്നാൽ ദാനം ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ അന്നദാനത്തിൽ തന്നെ അതിൻ്റെ കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നൊരു ദാനമുണ്ട്. അതാണ് ജലം ദാനം ചെയ്യുന്നത്. ഒരാൾക്ക് ദാഹജലം കൊടുക്കുന്നത്, ജലം നൽകുന്നത് ദാനങ്ങളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദാനമായി പറയുന്നു. പരമം ദാനാനുമുത്തമം സദാ സർവേഷാം ജീവപുജ്ഞാനം തർപ്പണം ജീവനം സമൃതം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജീവി സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് ജലം എന്ന് പറയുന്നത്. ഭക്ഷണം കിട്ടാതെ ഇരുന്നാലും അതിനൊരു ആശ്വാസമായിട്ട് ജലം മാറുന്നു. അപ്പോൾ ജലത്തിനെ മറ്റൊരു പേരിൽ കൂടി പറയുന്നു ജീവൻ. ജീവൻ എന്ന പേര് ജലത്തിന് ഉണ്ട്. അപ്പോൾ എല്ലാ ജീവികളും അതുകൊണ്ട് തൃപ്തിയാകുമ്പോൾ, ഇപ്പോൾ ഒരുപാട് ദാഹം കൊണ്ട് ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ദാഹിച്ചു വലഞ്ഞ് സഞ്ചരിക്കുമ്പോൾ ആ ഒരു ജലം ആ മനുഷ്യന് എന്തുമാത്രം ആശ്വാസം നൽകുന്നു. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന കട്ടിയുള്ള ഭക്ഷണം വിശപ്പ് മാറ്റുന്നു. എന്നാലും ഒരു ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് ദാഹജലം കൊടുക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സുഖം. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ തൃപ്തിപ്പെടുന്നത് കൊണ്ട് അതിനെ ജീവൻ എന്നും പറയുന്നു. ഏതിനെ? ജലത്തിനെ. അതിനാൽ നമ്മൾ ഏറ്റവും വലിയ സ്നേഹത്തോടെ അത്യാവശ്യമായി കരുതി എന്ത് ചെയ്യണം? ജലം ചോദിച്ചു വരുന്നവർക്ക് ജലം നൽകുക. കഴിയുമെങ്കിൽ ഗുരു വീണ്ടും പറയുന്നു, എല്ലാവർക്കും അന്നദാനം നടത്താൻ കഴിയില്ല എങ്കിൽ, ഈ വഴിയിൽ കാണുന്നവർക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു 20 രൂപയോ 15 രൂപയോ ഒക്കെ ഉള്ളൂ. ഒരു കുപ്പി വെള്ളം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ദാനം ചെയ്യുക. നടന്നു പോകുന്ന ഒരു വ്യക്തി വിയർത്ത്, അതെങ്ങനെയുള്ള ആളോ ആയിക്കോട്ടെ, ചിലപ്പോൾ വെള്ളം വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആളാണോ അല്ലയോ ഒന്നും, വെള്ളം കൊടുക്കുക. അയാൾ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ. അപ്പോൾ ജലദാനം ഏറ്റവും മഹിമയേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, നമ്മൾ കുളം ദാനം ചെയ്യുന്നത്, കുളം കുഴിച്ച് സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ദാനമായാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗത്ത് അവിടെ ജലസ്രോതസ്സുള്ള സ്ഥലമാണെങ്കിൽ, ജലം അവിടെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ കുളം കുഴിച്ചിട്ട് അത് സമൂഹത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുക. അത് നല്ലൊരു ദാനമാണ്. അങ്ങനെ കുളം കുഴിച്ച് പൊതു ആവശ്യത്തിനായിട്ട് നൽകണമെന്നാണ് പറയുന്നത്. ഈ ജലാശയ നിർമ്മാണം ഈ ലോകത്തും പരലോകത്തും മഹത്തായ സന്തോഷപ്രാപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നമുക്കിവിടെ മാത്രമല്ല, നമ്മുടെ ആത്മാവിൻ്റെ ലോകത്തും ഈ ജലാശയം കുഴിച്ചുള്ള ദാനം, ആ ജലദാനം നൽകുന്നത് സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിനാൽ മനുഷ്യൻ കുളം, കിണർ, തടാകം എന്നിവ നിർമ്മിക്കേണ്ടതാണ്. കിണറ്റിൽ വെള്ളം ഉറഞ്ഞു വരുമ്പോൾ ആ പാപിയായ മനുഷ്യന്റെ പകുതി പാവവും ഇല്ലാതാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് അവരുടെ വീട്ടിൽ കിണർ കുഴിക്കുന്ന കാര്യമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം കുടിക്കുന്ന രീതിയിൽ ഒരു ജലസ്രോതസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ജലം ഉറഞ്ഞു വരുന്ന സമയം തന്നെ അയാളുടെ പാപം ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. ഒരു പുരുഷന്റെ ആണെങ്കിലും ഒരു സ്ത്രീയുടെ ആണെങ്കിലും ഒരു പാപം ഇല്ലാതാകുന്നു. അപ്പോൾ ആ ഒരു കർമ്മത്തിൽ, അങ്ങനെ ഒരു ജലാശയം നിർമ്മിക്കുന്നതിൻ്റെ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ സകല പാപങ്ങളും ഇല്ലാതാകുകയും ചെയ്യുന്നു. ആര് കുഴിപ്പിച്ച ജലാശയത്തിൽ നിന്നാണോ പശുക്കളും മറ്റു ജനങ്ങളും എപ്പോഴും വെള്ളം കുടിക്കുന്നത്, അയാൾ ആ വംശത്തെ മുഴുവൻ ഉദ്ധരിക്കുന്നു. വേനൽക്കാലത്ത് പോലും സമൃദ്ധമായ ജലം ഉണ്ടായിരിക്കുന്ന കിണറുള്ള ഒരാൾക്ക് ഒരിക്കലും ദാരിദ്ര്യമോ വിഷമമോ സങ്കടമോ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളം സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടുപറമ്പിൽ കിണറുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ നിങ്ങളിൽ ഉണ്ടാവാം. പക്ഷേ വേനൽക്കാലത്ത് പോലും ഒരിക്കലും പറ്റില്ലാത്ത കിണറാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ
അതായത് ജലം കുറച്ചപ്പുറത്തുള്ള വീട്ടുകാർക്ക് കൂടി കൊടുക്കണം. അതാണ് ഗുരു ഈ സമയത്ത് ഈ ഒരു പ്രഭാഷണം ചെയ്യുന്നത്. ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു കിണറുണ്ട്, അത് ഒരിക്കലും എത്ര വേനലിലും വറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്പം ഒന്ന് താഴ്ന്നാലും അടുത്ത ദിവസമാകുമ്പോൾ അത് വീണ്ടും ആ ജലം പഴയതുപോലെ ഊറി വരുന്നുണ്ട്, അതിൻ്റെ ഉറവ വരുന്നുണ്ട്. ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഭവനത്തിലുള്ള കിണറിൽ നിന്ന് വെള്ളമില്ലാതെ ഈ വരുന്ന ഒരു അടുത്തുള്ള അയൽവാസിക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ജലം ആവശ്യം ചോദിച്ചു വരുന്നവർക്കോ നൽകുക. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഭഗവാൻ പറയുന്നു, അവർക്ക് ഒരിക്കലും ദാരിദ്ര്യമോ വിഷമമോ സങ്കടമോ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ കൈവശം ജലമുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം. വർഷകാലത്ത് മാത്രം ജലമുള്ള പുകയുള്ളവന് ദിവസവും അഗ്നിഹോത്രം ചെയ്ത ഫലമാണുള്ളത്. അഗ്നിഹോത്രം ചെയ്യുന്നൊരു ഫലമാണ് ഈ ഒരു അവസ്ഥയിൽ കുളമുള്ളവർക്ക് അതുള്ളത്. ശരൽക്കാലം വരെ ജലം ലഭിക്കുന്ന തടാകമുള്ളവന് 1000 ഗോദാനത്തിൻ്റെ ഫലം ലഭിക്കുന്നു. 1000 പശുക്കളെ ദാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് ആ ഒരു ജലം കൊണ്ടുള്ള പുണ്യം എന്ന് പറയുന്നത്. ഇതിൽ സംശയമില്ല എന്നും ഭഗവാൻ പറയുന്നു. മഞ്ഞുകാലവും ശിശിരകാലവും വരെ വെള്ളമുണ്ടായിരിക്കുന്ന കുളമുള്ള ആൾക്ക് വളരെയധികം സ്വർണ്ണ നാണയങ്ങളും ദക്ഷിണയോടുകൂടി യജ്ഞത്തിൻ്റെ ഫലവും ലഭിക്കും. അതായത് ദക്ഷിണയോടുകൂടി കിട്ടുന്ന യജ്ഞത്തിൻ്റെ ഫലവും എല്ലാ സമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. വസന്തകാലവും ഗ്രീഷ്മകാലവും വരെ വെള്ളമുള്ള സരോവരമുണ്ടായിരിക്കുന്നവന് അതിരാത്രത്തിൻ്റെയും അശ്വമേധത്തിൻ്റെയും യാഗത്തിൻ്റെ ഫലം ലഭിക്കും. ഇങ്ങനെയാണ് ബുദ്ധിമാന്മാരായ മഹാത്മാക്കൾ പറയുന്നത്. കാരണം ഇതെല്ലാം അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ ജലസ്രോതസ്സുകളൊക്കെയും മറ്റുള്ളവരുടെ ആവശ്യത്തിനു വേണ്ടി കൂടി ഉപയോഗിക്കും. ഈ വേനൽക്കാലത്തൊക്കെയും നിങ്ങൾ ഇത്തരത്തിൽ ജലം കഴിവതും ദാനം ചെയ്ത് പോവുക. മരുഭൂമികളിലും ദുർഗമ സ്ഥാനങ്ങളിലും വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കുന്നവന് അയാളുടെ കഴിഞ്ഞുപോയതും വരാനുള്ളതുമായ സകല തലമുറകളിലെയും ജീവന്മാരെ തരണം ചെയ്യിക്കാൻ കഴിയുന്നു. അതിനാൽ നിശ്ചയമായും വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിക്കണം. ഇതുകൊണ്ടാണ് പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് ഗുരു ഇവിടെ നിന്നും പറയുന്നത്. ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ ഈ മരങ്ങളില്ലാതെ നിൽക്കുന്ന ഏതൊരു പ്രദേശത്ത് ഒരു മരം വെച്ച് പിടിപ്പിക്കുക. ദുർഗമമായി കിടക്കുന്ന അവിടേക്ക് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവന് അയാളുടെ കഴിഞ്ഞുപോയ അതും അല്ലെങ്കിൽ ഇനി വരാനുള്ളതുമായ എല്ലാവരുടെ പേരിലുമുള്ള ആ ജീവന്മാരുടെ പാപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്. വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവൻ പരലോകത്തെത്തുമ്പോൾ അക്ഷയ രോഗങ്ങൾ ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. പരലോകം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ ഒരു രോഗമാണ്. അത് ഈ ലോകത്ത് തന്നെ നമുക്ക് ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പുണ്യം ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. കുളം നിർമ്മിക്കുന്നവനും വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നവനും അവരും എന്താ യജ്ഞം ചെയ്യിക്കുന്നവൻ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? സത്യവാദികൾ, ഇവർക്കെല്ലാവർക്കും തന്നെ ഭൂമിയിൽ ഭഗവാൻ നല്ലൊരു അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ വൃക്ഷത്തെക്കുറിച്ചും ജലത്തെക്കുറിച്ചുമാണ്. ഇനി സത്യം എന്നൊരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. സത്യം തന്നെയാണ് പരബ്രഹ്മം. പരബ്രഹ്മം എന്ന് പറയുന്ന മഹാദേവൻ സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത്. സത്യം തന്നെയാണ് പരമതപസ്, സത്യം തന്നെയാണ് ശാസ്ത്രജ്ഞാനവും എല്ലാം. ഉറങ്ങുന്ന മനുഷ്യനിൽ സത്യം മാത്രം ഉണർന്നിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ മിഥ്യയായതും കള്ളമായതും, നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ കള്ളവും നുണയും വഞ്ചനയും എല്ലാം നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ അങ്ങ് ഉറങ്ങുന്നു, നമ്മോടൊപ്പം ഇല്ലാതാകുന്നു, ഉറങ്ങിക്കഴിയുന്നു. അപ്പോഴും അവിടെ ഒരു സത്യം ഉണർന്നിരിക്കുന്നു. എന്താണ്? നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവാകും ജീവൻ അവിടെ ഉണർന്നിരിപ്പുണ്ട്. അപ്പോൾ സത്യം എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. സത്യം ഉറങ്ങുന്നില്ല, സത്യം മയങ്ങുന്നില്ല, സത്യം ഉറക്കം തൂങ്ങുന്നില്ല. സത്യം എപ്പോഴും ഉണർന്നു തന്നെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഉറങ്ങുന്നൊരു മനുഷ്യനിൽ എന്തെല്ലാമാണ് അവൻ അന്ന് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും നുണകളും വഞ്ചനകളും ഒക്കെയും ഉറങ്ങുമ്പോഴും സത്യം അവിടെ എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ആ സത്യം തന്നെയാണ് നമ്മുടെ പരമപദം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം മാത്രമാണ്, അല്ലെങ്കിൽ സത്യത്താൽ മാത്രമാണ് ഭൂമി നിലനിൽക്കുന്നത് തന്നെ. സത്യത്തിൽ തന്നെയാണ് സകലതും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അതെല്ലാം പരമമായ സത്യത്തിൽ തന്നെയാണ്. തപസ്, യജ്ഞം, പുണ്യം, ദേവത, ഋഷി, പിതൃപൂജ, ജലം, ഇവയെല്ലാം വിദ്യയും ഇതെല്ലാം സത്യത്തിന്മേൽ തന്നെയാണ് ഇരിക്കുന്നത്. അവലംഘിതമായിരിക്കുന്ന സകലതിൻ്റെയും ആധാരം സത്യം തന്നെയാണ്. യജ്ഞം, തപസ്, ദാനം, മന്ത്രം, സരസ്വതി ദേവി, ബ്രഹ്മചര്യം ഇതൊക്കെ സത്യം തന്നെയാണ്. ഓംകാരം പോലും സത്യം തന്നെയാണ്. സത്യത്താൽ മാത്രമാണ് വായു ചലിക്കുന്നതും സൂര്യൻ ജ്വലിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം ഒരു സത്യമാണ്, നമ്മൾ കാണുന്നില്ലേ? സത്യത്താൽ തന്നെയാണ് ഇതെല്ലാം
പ്രവർത്തിക്കുന്നത് തന്നെ. അപ്പോൾ സത്യത്താൽ മാത്രം സ്വർഗം നിലനിൽക്കുന്നു. ലോകത്തിൽ മുഴുവൻ വേദങ്ങളുടെയും സംരക്ഷണവും സകല തീർത്ഥങ്ങളുടെയും സ്നാനവും സത്യത്താൽ മാത്രം സുലഭമായിരിക്കുന്നു. സത്യത്താൽ സകലതും പ്രാപ്തമാകുന്നു. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, നാഗന്മാർ, രാക്ഷസന്മാർ, ചരാചര ജീവികൾ, ഇങ്ങനെയുള്ള സകല പേർക്കുമുള്ള സകല ലോകങ്ങളും സത്യത്താൽ മാത്രം പ്രസന്നമായിരിക്കുന്നു. എല്ലാവർക്കും, സകല ജീവജാലങ്ങൾക്കും സകല ചരാചരങ്ങൾക്കുമുള്ള ലോകങ്ങൾ ഇതെല്ലാം സത്യത്താൽ തന്നെയാണ് പ്രസന്നം പ്രകാശിക്കുന്നത്. സത്യം പരമധർമ്മമാണ്. സത്യം പരബ്രഹ്മവും പരമാത്മാവുമാകുന്നു. അതിനാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും സത്യം തന്നെ പറയുക. സത്യപരായണനായ മുനി കഠിനമായ തപസ്സു ചെയ്താണ് സ്വർഗം അതുപോലെ സത്യധർമ്മങ്ങളിൽ അനുരക്തനായിരിക്കുന്നവരെല്ലാവരും സത്യത്താൽ തന്നെ സ്വർഗവാസിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് സത്യം പ്രവർത്തിക്കുകയും സത്യം ചെയ്യുകയും ചെയ്യുന്നതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ സ്വർഗത്തിൽ വസിക്കുന്നതിന് തുല്യമായി തീരും. സത്യത്താൽ തന്നെ അങ്ങനെ സ്വർഗത്തിൽ വസിക്കുന്നു. സത്യത്തേക്കാൾ വലിയ ധർമ്മമില്ല. സത്യസ്വരൂപമായ തീർത്ഥം അഗാധവും വിശാലവും പവിത്രവുമായ ജലാശയമാണ്. അതായത് നമ്മൾ സത്യത്തെ മാത്രം പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആ സത്യം എന്ന് പറയുന്നത് ഒരു തീർത്ഥമായി കാണുന്നു സത്യത്തെ. ആ തീർത്ഥം അത് വലിയ അഗാധവും വിശാലവും പവിത്രവുമായ ഒരു ജലാശയമായി ആ സത്യത്തെ കാണണം. നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതമാകുന്നതിൽ നമ്മൾ സത്യത്തെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? സത്യത്തെ എന്ത് ചെയ്യണം? ഒരു വലിയ തീർത്ഥമായിട്ട് കാണണം. അതിന് അഗാധമായ വിശാലവുമായ ആഴമുണ്ട്. അത്രയും തെളിഞ്ഞ ഒരു ജലമുള്ള ഒരു പവിത്രമായ ജലാശയമാണ് നമ്മുടെ സത്യം എന്നൊരു ബോധ്യം നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ യോഗയുക്തനായിട്ട്, അതിൽ നമ്മൾ യോഗയുക്തനായിട്ട് എന്ന് പറയുന്നത് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് സ്നാനം ചെയ്യണം. നമ്മൾ ആ സത്യമാകുന്ന ജലത്തിൽ നമ്മുടെ മനസ്സിനെ ഇറക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിനെ വെച്ച് എല്ലാ ദിവസവും മനസ്സുനെ സ്നാനം ചെയ്യിപ്പിച്ചെടുക്കുക. സത്യത്തിൽ സ്നാനം ചെയ്യിപ്പിച്ചെടുക്കുക. സത്യത്തിൽ സ്നാനം ചെയ്യിപ്പിച്ചെടുക്കുക. സത്യത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് മനസ്സിനെ എടുക്കുമ്പോഴാണ് അത് ജ്ഞാന സ്നാനമായി മാറുന്നത്. നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ പറഞ്ഞ് അതിലുള്ള ജ്ഞാനസ്നാനം എന്ന് പറയുന്നതിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, സ്നാനം അറിവിലാൽ സ്നാനം. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ ഈ സത്യമായ ജലാശയത്തിലേക്ക് എല്ലാ ദിവസവും സ്നാനം ചെയ്തെടുക്കുമ്പോൾ ആ മനസ്സ് ഒരിക്കലും കള്ളം പറയുവാനോ കള്ളം പ്രവർത്തിക്കുവാനോ നുണകൾ പ്രചരിപ്പിക്കുവാനോ ഒന്നും തയ്യാറാവുകയില്ല. അത് സത്യത്താൽ തന്നെ നിലകൊള്ളുന്നു. അങ്ങനെ അതിന് ആ സ്നാനത്തിൽ കൂടി ജ്ഞാനം ലഭിക്കുന്നു. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും കള്ളം പറയാത്തവൻ മാത്രമാണ് ഭഗവാന് പ്രിയമായിരിക്കുന്നവൻ. വേദം, ജ്ഞാനം, മന്ത്രം ഇവ എപ്പോഴും അവരിൽ വസിക്കുന്നു. എന്നാൽ അസത്യം പറയുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പ്രസക്തി ഉണ്ടാവില്ല. അതിനാൽ എപ്പോഴും എന്ത് ചെയ്യണം? സത്യം പറയണം. പറയുന്നത്? തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയും. അപ്പോൾ ഒന്ന് തനിക്ക് വേണ്ടി പറയരുത്, മറ്റുള്ളവർക്ക് വേണ്ടി പറയരുത്, സന്താനങ്ങൾക്ക് വേണ്ടിയും പറയരുത്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ കള്ളം പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ കള്ളം പറയുന്നത് ഒന്ന് അവന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ ഭഗവാൻ പറയുന്നു, ഒരു കാരണവശാലും അസത്യം പറയാതിരിക്കുക, സത്യങ്ങൾ മാത്രം പറയുക. അപ്പോൾ ഇത്തരത്തിൽ അസത്യം പറയുന്നവന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഒരു കാര്യവും ലഭ്യമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. ഭഗവാനെ ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലി, എത്രയൊക്കെ ഉപവാസങ്ങളിരുന്നും, എത്രയൊക്കെ പ്രദോഷങ്ങൾ നോക്കിയും, എത്രയൊക്കെ ആരാധിച്ചാലും ഭഗവാൻ അവിടെ പ്രസാദിക്കില്ല. കാരണം ഭഗവാന് വേണ്ടത് എന്താണ്? സത്യമാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയരുത്. സത്യത്തിൽ കൂടി മുന്നോട്ട് പോകണം. ലോകത്തിൽ തപസ്സല്ലാതെ സുലഭമായ യാതൊരു സുഖവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. തപസ്സുകൊണ്ട് തന്നെയാണ് സകല സുഖവും ലഭിക്കുന്നത്. ഇക്കാര്യം വേദജ്ഞാനികൾക്ക് അറിയാവുന്നതുമാണ്. ജ്ഞാനം, വിജ്ഞാനം, ആരോഗ്യം, സൗന്ദര്യം, സൗഭാഗ്യം, ശാശ്വത സുഖം ഇവയെല്ലാം തേടുന്നത് തപസ് കൊണ്ടാണ്. എന്താണ് ഈ തപസ് എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ വിദ്യാഭ്യാസം ചെയ്ത് അവന് ബോധം, അറിവും ഉണ്ടായി കഴിയുമ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ് തപസ് എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ
ജീവിക്കുന്നതിനു വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് തപസ്. അല്ലാതെ നിങ്ങൾ താടിയും മുടിയുമൊക്കെ വളർത്തി ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നദിക്കരയിലോ അല്ലെങ്കിൽ വേനലും മഞ്ഞുമൊക്കെ കൊണ്ടോ പോയി കഠിനമായി തപസ് ചെയ്യണമെന്നല്ല ഭഗവാൻ പറയുന്നത്. ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ മനസ്സിനെ വച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തും വരെ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളുമാണ് തപസ്. ആ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാലോ ആ തപസ് തന്നെയാണ് പരമസുഖം. ആ തപസ് തന്നെയാണ് എന്ത് തരുന്നത്, ജ്ഞാനം, വിജ്ഞാനം, ആരോഗ്യം, സൗന്ദര്യം, സൗഭാഗ്യം എന്നിവയും മറ്റ് ശാശ്വതമായ സുഖമെല്ലാം തരുന്നത് ഈ തപസ്സാണ്. അപ്പോൾ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവർക്കൊക്കെ അവർ തപസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ വെറുതെ ജീവിച്ചു. മറ്റുള്ള മൃഗങ്ങളും ജനിച്ചു, അവരും ജനിച്ചു. മൃഗങ്ങളും ജീവിക്കുന്നു, അവരും ജീവിക്കുന്നു എന്നതുപോലെ ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവന് ഈ സുഖങ്ങളൊന്നും വന്നു ചേരുക വലിയ പ്രയാസമായിരിക്കും. ജീവിതത്തിൻ്റെ സുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. ആരോഗ്യമുണ്ടാവില്ല, ജ്ഞാനമുണ്ടാവില്ല, സൗന്ദര്യം, സൗഭാഗ്യം, ശാശ്വതമായ സുഖങ്ങളൊന്നും, സ്വന്തമായൊരു ഭവനം, വിദ്യാഭ്യാസം, നല്ല കുടുംബം, ഇതൊക്കെ ഉണ്ടാവുക പ്രയാസമാണ്. അപ്പോൾ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ തലമുറ സമീപിച്ചുകൊണ്ട് അവർ ഒരു 14, 15, 16 വയസ്സ് മുതൽ ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്ത തുടങ്ങുന്ന സമയം മുതൽ അവൻ തപസ് തുടങ്ങുകയായി. ഈ തപസ്സിൽ നിന്ന് മാത്രമേ അവൻ്റെ ജീവിതത്തെ നിർമ്മാണ പ്രവർത്തനം ചെയ്യുവാനും അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുവാനും അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനും അവന് ഈ ലോകത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയൂ. ഇവിടെ ഭഗവാൻ പറയുന്നു, ബ്രഹ്മാവ് ലോകത്തിൻ്റെ സൃഷ്ടി നടത്തുന്നതും തപസിദ്ധിയാലാണ്. ലോകത്തെ വിഷ്ണു പരിപാലിക്കുന്നതും രുദ്രൻ സംഹരിക്കുന്നതും തപോബലത്താലാണ്. തപസ്സിന്റെ പ്രഭാവത്താൽ തന്നെയാണ് ശേഷൻ ഭൂമണ്ഡലം മുഴുവൻ ധരിക്കുന്നത്. ആദിശേഷൻ അനന്തൻ എന്ത് ചെയ്യുന്നു? ഈ ഭൂമണ്ഡലം മുഴുവൻ ധരിക്കുന്നതും തപസ്സിന്റെ പ്രഭാവത്താലാണ്. തപസ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ബോധ്യം, എനിക്കും സാധിക്കും എന്നുള്ളൊരു ബോധ്യം, ഞാനും നേടും എന്നുള്ള ബോധ്യം, എനിക്കും എത്താൻ കഴിയും എന്നുള്ള ബോധ്യം, എൻ്റെ ജീവിതം പറയൂ, എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടതൊക്കെയും സൃഷ്ടി നടത്തുവാൻ എനിക്ക് കഴിയുമെന്നും എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടതൊക്കെ പരിപാലിക്കുവാൻ, വിഷ്ണുവിനെ പോലെ പരിപാലിക്കുവാനും എൻ്റെ ജീവിതത്തിന് വേണ്ടതൊക്കെയും പരിപാലിച്ചെടുക്കുവാനും എനിക്ക് കഴിയുമെന്നും, എനിക്ക് ആവശ്യമുള്ളതൊക്കെയും സംഭരിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിവെക്കുവാൻ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുമിക്കുവാനും അത് സമൂഹത്തിന് വേണ്ടിയുള്ളതും എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുവാനും ഒക്കെയുമുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്നൊക്കെയുള്ള ചിന്തയാണ് തപസ്സിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആ തപസ്സാണ് നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ തപസ്സിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ 3 കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നു. സത്യം, ജലം, വൃക്ഷം, ഈ 3ൻ്റെയും മഹാത്മ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് ഇതിൻ്റെ വാട്സാപ്പിൽ കൂടിയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞും കഴിവതും സത്യം പറഞ്ഞും, കഴിവതുമെന്നല്ല എല്ലാ ദിവസവും സത്യം പറയാൻ ശ്രമിക്കുക. അങ്ങനെ സത്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായി തന്നെ മാറും. അതാണ് സത്യത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്ന ആ ഒരു ഊർജം. അങ്ങനെയാണ്. അപ്പോൾ കഴിവതും എല്ലാവരും ജലം ദാനം ചെയ്യണം. വളരെ വേനൽക്കാലമൊക്കെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ജലം മറ്റുള്ളവർക്ക് ദാനം നൽകുക. നിങ്ങളുടെ ഭവനത്തിലെ കിണറോ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ ജലം നൽകുക. ജീവജാലങ്ങൾക്കും അതിൻ്റെ ആ ദാഹം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ആലോചിക്കുക. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ഭഗവാന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂരനാഥ, ഓം ഉമാമഹേശ്വര നമോ. ഭഗവാനേ അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ.